പഞ്ചാബിലെ ഖനൌരിയിൽ നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന് വൈദ്യസഹായം നൽകുന്നതിന് പഞ്ചാബ് സർക്കാരിന് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. സമയം നീട്ടി നൽകണമെന്ന് പഞ്ചാബ് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറായാൽ വൈദ്യസഹായം സ്വീകരിക്കാമെന്നാണ് കർഷകരുടെ നിലപാട്. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർക്കാർ ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാതെ, കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതെ, ചർച്ചയ്ക്ക് തയ്യാറാവാതെ വൈദ്യസഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കർഷകർക്കുള്ളത്. എന്ന് മാത്രമല്ല, 38ാമത്തെ ദിവസമാണ് ഇന്ന് നിരാഹാര സമരം. ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കോടതിയുടെ നിർദ്ദേശമുണ്ട് ഉടനെ തന്നെ വൈദ്യസഹായം കൊടുക്കണമെന്ന്. പക്ഷേ സർക്കാർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതെ, ചർച്ചയ്ക്ക് തയ്യാറാവാതെ വിട്ടുവീഴ്ചയ്ക്കുണ്ടോ കർഷകർ? അന്ന, തീർച്ചയായിട്ടും ഇപ്പോൾ കർഷക നേതാവ് ജഗത് സിംഗ് ദല്ലേവാളിന്റെ നിരാഹാര സമരം 38ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പഞ്ചാബ് സർക്കാരിന് 3 ദിവസത്തെ സമയമാണ് ഈ ചർച്ചകൾക്ക് അനുവദിച്ചത്, അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ കർഷകരും അതോടൊപ്പം തന്നെ ദല്ലേവാളുമൊക്കെ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ കർഷകരുമായിട്ടൊരു ചർച്ച നടത്താൻ സമ്മതിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ വൈദ്യസഹായം സ്വീകരിക്കൂ എന്നതാണ്. ഇക്കാര്യം പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഈ മിനിമം താങ്ങുവിലയിലടക്കം കൃത്യമായ നടപടി വേണമെന്ന ആവശ്യം കർഷകരുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ദല്ലേവാൾ ഖനൌരി അതിർത്തിയിൽ ഇത്തരത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 38ാമത്തെ ദിവസമാണ് ദല്ലേവാളിന്റെ നിരാഹാര സമരം തുടരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചാബ് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്, ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ മാത്രം വൈദ്യസഹായം സ്വീകരിക്കാമെന്ന നിലപാടാണ് കർഷകർ സ്വീകരിച്ചിരിക്കുന്നത്, ദല്ലേവാൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ ശ്രദ്ധേയമാകും. അന്ന. ശരി, വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർഷകർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് അറിയേണ്ടതുണ്ട്. 38 ദിവസമായി തുടരുന്ന നിരാഹാര സമരത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ നിരാഹാര സമരം അവസാനിപ്പിക്കില്ല എന്നതാണ് ദല്ലേവാളിന്റെ, കർഷകരുടെ നിലപാട്.